തൃശൂർ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗ് ഉണ്ടെന്ന് പരാതി. 5+1 വിദ്യാർത്ഥികൾക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. പരാതികൾ തുടർക്കഥയായിട്ടും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. അവിടെ റാഗിംഗ് കാര്യങ്ങളൊക്കെ സ്ഥിരമായി ഉണ്ടാവാറില്ലാണ്. കുറെ ഒരു മാസത്തോളമായി ക്ലാസ്സിനാരും തുടങ്ങിയിട്ട് റാഗിംഗ് ഇടക്കിടക്ക് ഉണ്ടാകും. തുടക്കത്തിലൊക്കെ അവര് അങ്ങനെ ബട്ടിടുക മാത്രമേ പറയാറുള്ളൂ. പിന്നെ അവർ കോളർക്ക് പിടിച്ചിട്ട് പറയാൻ തുടങ്ങി ബട്ടിടാനും കാര്യങ്ങളൊക്കെ. ഇന്ന് ക്ലാസ്സിൽ ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി. കുറെ പേരെ ചുണ്ട് പൊട്ടി, അവിടെ ഇവിടെയും പൊട്ടി. പിന്നെ കുറെ പേരെ ചൂട്ടി കൂട്ടിയൊക്കെ ഉണ്ടായി. നിലത്ത് കണ്ണ് കുത്തി കുറെ പേരെ ഇതാക്കിയവര്. തൃശൂർ പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെയാണ് റാഗിംഗ് പരാതി. അകാരണമായാണ് +2 വിദ്യാർത്ഥികൾ തങ്ങളെ മർദ്ദിച്ചതെന്നാണ് 5 വിദ്യാർത്ഥികളും പറയുന്നത്. ഇത് പതിവാണെന്നും പലപ്പോഴും നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് മർദ്ദനമെന്നും മറ്റു വിദ്യാർത്ഥികളും പറയുന്നു. അവര് 10-30 ആൾക്കാരുണ്ട്. ഞങ്ങൾ കുറച്ച് 5-6 ആൾക്കാരേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഓരോരുത്തർ അടിക്കണേ. നമ്മളിപ്പോ ബട്ടില്ല പറഞ്ഞ ആളെ അവർ നോക്കി വന്ന് അടിക്കും. അടിച്ചു ക്ലാസ് പോയി. ഇന്ന് ക്ലാസ് കൊണ്ട് അടിച്ചു പോയി. അങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൽ നേതൃത്വം പറഞ്ഞാല്. ഇന്നിപ്പോ മെയിനായിട്ട് നജാദ്, ഷിംനാസ് അങ്ങനെ കുറച്ച് ചെക്കന്മാരുണ്ട് മെയിനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഇവരൊക്കെ തന്നെ അധ്യയന വർഷം ആരംഭിച്ചത് മുതൽ തന്നെ സ്കൂളിൽ ഇത് പതിവാണെന്ന് രക്ഷിതാക്കളും പറയുന്നു. പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. ഇതിപ്പോ ക്ലാസ് തുടങ്ങി +1 തുടങ്ങിയ അന്നു മുതലുള്ള പ്രശ്നമാണ്. അപ്പോ ഇവരെ നോട്ടപ്പുള്ളിയായിട്ട് കുറച്ച് പേര് അവര് നോട്ടപ്പുള്ളിയായിട്ട് എല്ലാരും ഇല്ല, +1 ബാച്ചിലെ +2കാര് നോട്ടപ്പുള്ളിയായിട്ട് കുറച്ച് പേരായിട്ടാണ്. അവര് പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ പറയാറുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ഞാൻ പറയാറുണ്ട് അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് ഇതൊക്കെ തന്നെ നിൽക്കും പറഞ്ഞു. പക്ഷെ ഇത് ഓരോ ദിവസം കൂടി വരികയാണ്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ഇവര് മറച്ചു വെച്ചു. ഇവരെ പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഇന്ന് അല്ലെങ്കിൽ നാളെ തീരും വെച്ചിട്ട് പിള്ളേരല്ലേ, കാരണം നമ്മളതിൽ ഇടപാടില്ല. റാഗിങ്ങിനിരയായ 5 വിദ്യാർത്ഥികളും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ജനം, തൃശൂർ.